ഹലോ, ഹായ് എവരി വൺ, വെൽക്കം ടു അവർ വീഡിയോ. പിന്നെ നമ്മൾ പോകുന്നത് ഓക്സ്ഫോർഡ് സർക്കസ് സ്ട്രീറ്റിലേക്കാണ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്ട്രീറ്റാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടുന്ന് കയറുന്ന എവിടെയാണെന്ന് വെച്ചാൽ സ്റ്റീവനേജ് റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. ഞാനിപ്പം ഒരു മഴ തോർന്ന ഒരു ഈവനിങ് അല്ല മോർണിംഗ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളിവിടേക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നമ്മൾ ഇവിടെ ഇങ്ങനെ കയറിയിട്ട് ഇപ്പം ഇത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും എൻ്റെ മാരകമായ എഡിറ്റിംഗ് സ്കിൽസിനെ കുറിച്ച്. സാരമില്ല, ഫസ്റ്റ് വീഡിയോ ആണ്, നമുക്കത് പോകെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ജസ്റ്റ് ഹസ്ബൻഡ് പോയി ടിക്കറ്റ് എടുക്കുവാണ്. അപ്പം ഞാൻ ജസ്റ്റ് അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണ്. എന്നിട്ട് നമ്മൾ താഴെ വന്നിട്ട് നമ്മളിപ്പം ട്രെയിനിന് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. ട്രെയിൻ വന്നു. അപ്പം ഇവിടെ ലണ്ടനിലൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പുറത്ത് കാണാൻ നല്ല നല്ല കാഴ്ചകളാണ്. ഫുൾ നല്ല ഗ്രീനായിട്ട് ഒത്തിരി എന്താ പറയുക, ഫീൽഡും അങ്ങനെ ബുഷിയായിട്ടുള്ളതും നല്ല ഭംഗിയുള്ള ഒരു കാമായിട്ടുള്ള ഒരിതാണ്. അങ്ങനെ നമ്മൾ ഫിൻസ്ബറി പാർക്കിലെത്തി. അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി ചെറിയ ഒരു ടണൽ വഴി നമുക്ക് താഴേക്ക് പോകണം. അങ്ങനെ താഴേക്ക് പോയി നമ്മൾ ഇവിടെ ഇങ്ങനെ ട്യൂബ് സിസ്റ്റം അല്ലെങ്കിൽ ടണൽ സിസ്റ്റം എന്ന് പറഞ്ഞ് ചെറിയ ട്രെയിൻസ് ഉണ്ട്. അതിങ്ങനെ ഇങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റേഷൻസിനെ തമ്മിൽ യോജിപ്പിച്ച് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു എവറി 5 to 10 minutes നമുക്ക് ട്രെയിൻ വരും. ഇങ്ങനെ കുഞ്ഞു സ്റ്റേഷൻസിനെ കണക്ട് ചെയ്യുന്ന അണ്ടർഗ്രൗണ്ട് ഇതാണ്. നമുക്ക് ട്രെയിൻ കിട്ടി. നമ്മൾ അവിടെ എത്തി ഇറങ്ങി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇനി സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ എത്താൻ പോകുന്ന സ്ഥലമാണ് നമ്മുടെ ഓക്സ്ഫോർഡ് സർക്കസ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഒരു ഭയങ്കര അമേസിങ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അതായത് നമ്മുടെ എല്ലാ ബ്രാൻഡ്സും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ ഒറിജിനൽ ഷോറൂമൊക്കെ ഉള്ള ഭയങ്കര ഒരു എന്താ പറയുക, അവിടുത്തെ കെട്ടിടങ്ങളായാലും എന്താ പറയുക, ഭയങ്കര തിരക്കാണ് സംഭവം എന്നുണ്ട്. ഞങ്ങൾ പോയതൊരു വീക്ക് ഡേ ആണെങ്കിൽ നല്ല തിരക്കാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത്രയും ആയപ്പോഴത്തേക്ക് നമ്മൾ ക്ഷീണിച്ചു. രാവിലെ അധികമൊന്നും കഴിച്ചില്ല, ജസ്റ്റ് കുറച്ച് ഓട്സ് മാത്രമാണ് കഴിച്ചത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മൾ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ ഫൈവ് ഗൈസിൽ ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എന്താ പറയുക, ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയതാണ്. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പാണ്. എനിവേയ്സ് നമ്മൾ ബർഗർ കഴിച്ച് നമ്മൾ പുറത്തിറങ്ങിയിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുകയാണ്. ഡബിൾ ടക്കർ ബസ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റി തോന്നിയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടതാണ് കേട്ടോ. ഈ ഒരു ക്ലിപ്പ് ഇവിടെ ആഡ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കെട്ടിടത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പം നമുക്ക് ഇവിടെ ഇറങ്ങി ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് സ്ട്രീറ്റ് എടുത്തു പോയാലും ഇതിങ്ങനെ കംപ്ലീറ്റ് ഫുള്ള് വലിയ ബിൽഡിങ്സ്, ഇതിങ്ങനെ ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ട് അവർ നല്ലൊരു ആർക്കിടെക്ചർ നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഇത് തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ഒരു ലോങ് ഒരു കേർവ്ഡാണ്. ആ കേർവിൻ്റെ എൻഡ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, അതിശയമായിട്ട് തോന്നി. ഇത്രയും മനോഹരമായിട്ട് ഇവരതൊക്കെ ബിൽഡ് ചെയ്ത്. അപ്പം അത് നിങ്ങളെയും കൂടി കാണിക്കാൻ വെച്ചു. അതിൻ്റെ എൻഡ് കാണിക്കണം എന്നുണ്ട്. അത് ശരിക്കും നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ക്ലൈമറ്റും നല്ലൊരു ബ്യൂട്ടിഫുൾ ക്ലൈമറ്റായിരുന്നു. മഴയൊക്കെ തോർന്ന് നല്ല നിങ്ങൾക്ക് ആ റോഡിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ചെറുതായിട്ട് ഈർപ്പമൊക്കെ ഉണ്ടായിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ നടക്കാൻ. ഇത് അവിടുത്തെ ഒരു എന്താ പറയുക, ഒരു മെയിൻ സ്ക്വയർ, നമ്മുടെ ന്യൂയോർക്ക് ടൈംസ് സ്ക്വയറിനെ പോലെ നല്ല ഒരു എന്താ പറയുക, ഈവനിങ് ചില്ല് ചെയ്യാനായിട്ട് എല്ലാവരും വരാറുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്കിവിടെ എഗെയിൻ സെയിം തിങ്ങാണ്. ഇവിടെ ഫുൾ ഓഫ് വലിയ ബിൽഡിങ്സാണ്. എനിക്കത് മനസ്സിലാവണില്ല എങ്ങനെ ഇവർ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ഇത് എന്താ പറയുക ബിൽഡ് ഏരിയയാണ്. നമ്മൾ നടന്നു വന്നപ്പോഴത്തേക്ക് കുറച്ചൊരു ഓപ്പൺ ഏരിയ കണ്ടു. ലണ്ടൻ്റെ വേറൊരു പ്രത്യേകതയാണ്, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ പാർക്കുകൾ കാണാൻ പറ്റും. അങ്ങനെ അവിടെ നിന്നൊക്കെ അപ്പോഴത്തേക്കും സമയം ഒരുപാട്, ഇപ്പം ഇത്ര ചെറിയ ഇതായിട്ട് കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെ നടന്ന് വന്നപ്പോഴത്തേക്കും ഒത്തിരി ടൈമായിട്ടോ. രാത്രി വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഇപ്പോഴത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴാണ് ശരിക്കും ഇരുട്ട് വന്ന് തുടങ്ങുള്ളൂ. അപ്പോൾ എനിവേയ്സ് നമ്മൾ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. ഇനി അടുത്ത